ഗായ്സ്, സോ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 100 ആനിമി സീരീസിലെ സീസൺ 2 മൂന്നാമത്തെ പാർട്ടാണ്. ഈ ഒരു മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 32, 33 എന്ന എപ്പിസോഡുകളാണ്. അപ്പോൾ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 700 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം എത്ര സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്തേക്കാം. കൂടാതെ ഈ ഒരു 2024 എന്ന വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും 1K അടിക്കണം. അതിനായി നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഓട്ടുന്ന ലാഗ് അടിക്കാതെ നമുക്ക് നേരെ 32ാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കാണുന്നത് ഹിസോക്കയും കാസ്ട്രോയും തമ്മിലുള്ള ഫൈറ്റിന്റെ തുടർച്ച തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാസ്ട്രോ തന്നെ ഡബിൾ എന്ന സ്പെഷ്യൽ ടെക്നിക് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ഡബിൾ എന്ന ടെക്നിക് യൂസ് ചെയ്തിട്ട് ഹിസോക്കെ അറ്റാക്ക് ചെയ്യാൻ പോവാണ് കാസ്ട്രോ. ഇതേ സമയം ഹിസോക്കയെ നോക്കുകയാണെങ്കിൽ അവന്റെ വെട്ടിമാറ്റിപ്പെട്ട ഒരു കൈയും പിടിച്ച് അങ്ങനെ കൂളായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൈ വെട്ടിമാറ്റിയിട്ടും ഇങ്ങനെ കൂളായി നിൽക്കുന്നത് കണ്ട് കാസ്ട്രോക്ക് നല്ല ദേഷ്യം വരികയാണ്. അത് കാരണം ഹിസോക്കയോട് ഞാൻ നിന്റെ അടുത്ത കൈയും വെട്ടിമാറ്റാൻ പോവുകയാണ്. അപ്പൊ ഹിസോക്ക കൂളായിക്കൊണ്ട് ഇന്ന എന്റെ കൈ എടുത്തോ എന്നൊരു മട്ടിൽ തന്റെ കൈ നീട്ടി വെച്ചെടുക്കുകയാണ്. ഓ അങ്ങനെയാണല്ലേ, എന്നാ ഇപ്പൊ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് കാസ്ട്രോ തന്റെ സ്പെഷ്യൽ അറ്റാക്ക് യൂസ് ചെയ്തിട്ട് ഹിസോക്കയുടെ മറ്റേ കൈയും കാസ്ട്രോയുടെ വെട്ടിമാറ്റുകയാണ്. പക്ഷെ ഹിസോക്ക അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കാസ്ട്രോ ക്രിയേറ്റ് ചെയ്ത ഡബിൾ എന്ന ടെക്നിക്കിനെ ഹിസോക്ക അവിടെ ഇല്ലാണ്ടാക്കുന്നു. എന്നിട്ട് ഹിസോക്ക ഞാൻ വിചാരിച്ച പോലെ തന്നെ നീ നിന്റെ ഡബിൾ യൂസ് ചെയ്തിട്ടാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ ഞാൻ നിന്റെ ഡബിളിനെ ഇല്ലാതാക്കിയത് എന്റെ ഈ ഒരു കൈ കൊണ്ടാണ് എന്നും പറഞ്ഞ് കാസ്ട്രോ ആദ്യം മുറിച്ചു മാറ്റിയ കൈ ഹിസോക്ക അവിടെ റീജനറേറ്റ് ചെയ്തിട്ട് കാസ്ട്രോയെയും അവിടെ നിന്ന് കാണികളെയും അത്ഭുതപ്പെടുത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീജനറേഷൻ ടെക്നിക് അല്ല, അത് കാസ്ട്രോക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഹിസോക്ക നിന്റെ ഡബിളിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നിക് വളരെയധികം അടിപൊളി തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോ നിന്റെ എബിലിറ്റി മനസ്സിലായി, നിന്റെ അറ്റാക്കുകൾ എങ്ങനെയാണ് ഒഴിഞ്ഞു മാറേണ്ടത് എന്നും മനസ്സിലായി. 2 വർഷം മുന്നേ നിന്നെ ഞാൻ ഫൈറ്റ് ചെയ്തപ്പോൾ നിനക്കൊരു നല്ല ഒപ്പോണന്റായി മാറാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കാരണമാണ് ഞാൻ നിന്നെ 2 വർഷം മുന്നേ വെറുതെ വിട്ടത്. പക്ഷേ ഇനി അതെല്ലാം മറന്ന് നിനക്കിനി എന്റെ കൈ കൊണ്ട് ചാവാം. ഇതൊക്കെ കേട്ട് കാസ്ട്രോക്ക് നല്ല കലി കയറി ഹിസോക്കെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഹിസോക്കെ ആണെങ്കിൽ കാസ്ട്രോയുടെ ഡബിൾ എന്ന ടെക്നിക്കിനെ കുറിച്ച് മനസ്സിലാക്കി അവന്റെ റിയൽ ഏതാ ഫേക്ക് ഏതാന്ന് തിരിച്ചറിയുന്നു. അതെങ്ങനെയാണെന്ന് ഹിസോക്ക തന്നെ കാസ്ട്രോക്ക് പറഞ്ഞു കൊടുക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരാളെ ഡബിളിനെ ഉണ്ടാക്കുന്നത് അയാളുടെ ഒറിജിനലിന്റെ ഇമേജ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ റിയൽ കാസ്ട്രോയുടെ മേലെ കുറച്ച് ബ്ലഡ് വന്നിട്ടുണ്ട്, പക്ഷെ ഡബിളിന്റെ മേലെ ഈ ഒരു ബ്ലഡ് ഇല്ല. സോ അങ്ങനെയാണ് ഹിസോക്ക ഡബിൾ ഏതാ ഫേക്ക് ഏതാന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷേ എല്ലാവർക്കും എല്ലതും ഡീറ്റെയിൽ ആയിട്ട് അച്ചടിച്ച വെച്ച പോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഹിസോക്കയുടെ മുറിച്ചു മാറ്റപ്പെട്ട കൈ വായുവിൽ നിന്ന് വന്ന് ആരും കൺട്രോൾ ചെയ്യാണ്ട് താനെ അത് കാസ്ട്രോയുടെ മുഖത്തേക്ക് വന്ന് പഞ്ച് ചെയ്യുന്നു. അതിനുശേഷം നിനക്കിനി നിന്റെ ഫുൾ ഫോക്കസ് കൊടുക്കാത്ത കാരണം തന്നെ നിന്റെ ഡബിൾ എന്ന ടെക്നിക്കിനെ യൂസ് ചെയ്യാൻ സാധിക്കില്ല, എന്റെ അടുത്ത അറ്റാക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഹിസോക്കയുടെ കുറെ കാർഡുകൾ വന്നിട്ട് കാസ്ട്രോയുടെ മേലേക്ക് വന്ന് പതിക്കുകയും അവൻ ഫുള്ള് അൺകോൺഷ്യസ് ആയിട്ട് പിന്നീട് അവൻ തിരിച്ച് ഫൈറ്റ് ചെയ്യാതെ നമ്മളെ ഹിസോക്ക ഈ ഒരു ഫൈറ്റ് ജയിക്കുന്നു. സോ ഹിസോക്ക ആണെങ്കിൽ ഈ ഒരു ഫൈറ്റ് ഉടനീളം സീരിയസ് ആവാതെ ഫുള്ള് കുട്ടികളി പോലെയാണ് കണ്ടത്. എന്നിട്ടും ഹിസോക്കക്ക് കാസ്ട്രോയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചു. സോ കാസ്ട്രോയും കിലോയും തമ്മിലുള്ള പവർ ഗ്യാപ്പ് നമ്മൾ കണ്ടതാണ്. സോ ആ ഒരു കാസ്ട്രോയെ ഹിസോക്ക ഇത്ര പുഷ്പം പോലെ ഡിഫീറ്റ് ചെയ്തെങ്കിൽ ഹിസോക്കയും ഗോണും തമ്മിലുള്ള പവർ ഗ്യാപ്പ് എത്രത്തോളം ആയിരിക്കും എന്നാണ് നമുക്ക് ഈ ഒരു ഫൈറ്റിലൂടെ കാണിച്ചു തരുന്നത്. സോ അതിനുശേഷം നമ്മുടെ ഹിസോക്ക ആണെങ്കിൽ മാച്ച് കഴിഞ്ഞ് തന്റെ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഒരു ലേഡി അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലേഡി ഹിസോക്കയോട് എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാണ്, നീ പെട്ടെന്ന് തന്നെ നിന്റെ ഇഞ്ചറി എനിക്ക് കാണിച്ചതായോ. സോ ഹിസോക്കക്ക് പരിക്കേറ്റുന്ന അവന് ഈ ഒരു മാച്ചിന് മുന്നേ തന്നെ അറിയായിരുന്നു. അത് കാരണം അവൻ മുന്നേ തന്നെ തന്റെ പരിക്കുകൾ ഒന്ന് റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേഡിയെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഹിസോക്ക ഈ ഒരു ലേഡിയെ റൂമിലോട്ട് കൊണ്ടുവരികയും അവന്റെ പരിക്കുകൾ ഈ ഒരു ലേഡിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സോ ആ ഒരു ലേഡി ആണെങ്കിൽ പറഞ്ഞ പ്രകാരം ഹിസോക്കയെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും നമ്മുടെ ഹിസോക്കയുടെ 2 കൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഇവിടെ 2 കൈയും ട്രീറ്റ് ചെയ്യാണ്. ഇത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നെൻ എന്ന ടെക്നിക് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മിന്നായം പോലെ ഒക്കെ ശരിയാക്കിയതിനു ശേഷം ഹിസോക്ക ആണെങ്കിൽ പൈസ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ലേഡി പോകുന്നതിന് മുമ്പ് ഹിസോക്ക ഒരു ശീലകഷ്ണം എടുത്തിട്ട് ആ ഒരു സ്കാർഫിന്റെ മേലേക്ക് അവന്റെ ബഞ്ചീകം എന്നൊരു സ്പെഷ്യൽ ടെക്നിക് യൂസ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അവന്റെ കൈമേ അത് ഒട്ടിച്ചു വെക്കാണ്. ഇതിലൂടെ അവന്റെ കൈ ഒരു പ്രാവശ്യം മുറിഞ്ഞിരുന്നു എന്ന മുറിപ്പാട് അവൻ അവിടെ മാറ്റിയെടുക്കുകയാണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഹിസോക്ക കാസ്ട്രോയുമായുള്ള മാച്ചിൽ ഉടനീളം ഈ ഒരു ബഞ്ചീകം എന്ന ടെക്നിക് യൂസ് ചെയ്തിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് കാസ്ട്രോ നിന്റെ കൈ ഞാൻ ഇപ്പൊ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹിസോക്ക കൈ നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്റെ കൈ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് പോലും ഹിസോക്ക ഈ ഒരു ബഞ്ചീകം എന്ന ടെക്നിക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ലേഡി പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് നിനക്കൊരു മെസ്സേജ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഫാൻഡൻ ട്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഓഗസ്റ്റ് 30 യോക്ന്യൂ സിറ്റിയിൽ വെച്ചിട്ട് ബോസ് ഉൾപ്പെടെ എല്ലാവരും ഒത്തുചേരുന്നുണ്ട്. അപ്പോ നീയും അങ്ങോട്ട് എത്തിച്ചേരണം എന്ന് ആ ഒരു ലേഡി പറയാണ്. ഇതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ ഏറ്റവും വലിയത് എന്നും പറഞ്ഞ് ആ ലേഡി അവിടുന്ന് പോവാണ്.
അതിനുശേഷം നമ്മൾ ഗോണിന്റെ റൂമാണ് കാണുന്നത്. അവിടേക്ക് പെട്ടെന്നാണ് നമ്മൾ കിലുവ ഹിസോക്കയും കാസ്ട്രോയും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ കിലുവയോട് ഗോൺ ചോദിക്കുകയാണ് ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ ഹിസോക്കയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ ഗോൺ കിലുവയുടെ അടുത്ത് ചോദിച്ചറിയാണ്. സത്യം പറയാലോ ഹിസോക്ക എങ്ങനെയാണ് ജയിച്ചത് എന്നതിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് നമ്മളെ കിലുവ അതിന് മറുപടി നൽകാണ്. നമുക്കിനി ഈ ഒരു നെൻ എന്ന ടെക്നിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ ഗോണും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ശേഷം തന്റെ ഗുളികയിന് തല തോർത്തി നിൽക്കുന്ന ഹിസോക്കയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ ഹിസോക്കയുടെ പുറത്തൊരു ടാറ്റു കാണുന്നത്. അത് സാധാരണ ടാറ്റു ആയിരുന്നില്ല, അത് കുറാബികയുടെ എതിരാളികളായ ഫാനൻ ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘത്തിന്റെ 12 കാലുകളുള്ള സ്പൈഡറിന്റെ ടാറ്റു ആയിരുന്നു. സോ ഹിസോക്കയും ഫാനൻ ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘത്തിലെ ഒരു മെമ്പറാണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫാനൻ ട്രൂപ്പും അവന് വേട്ടയാടാനുള്ള അടുത്ത ഇര മാത്രമാണ്. പിന്നെ ഹിസോക്കയുടെ പരിക്കുകൾ ട്രീറ്റ് ചെയ്ത ആ ഒരു ലേഡിയില്ലേ, അവളും ഒരു ഫാനൻ ട്രൂപ്പ് മെമ്പറാണ് എന്ന് കാണിച്ച് 32ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ ഇനി 33ാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. ഇപ്പൊ കറണ്ട് സമയം ഗോണിന്റെ കൈ ഒഴിഞ്ഞിട്ട് 2 മാസം ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ വിങ് മാസ്റ്റർ കിലുവയെയും ഗോണിനെയും നെൻ എന്ന ടെക്നിക്കിനെ കുറിച്ച് പഠിക്കാനായി തന്റെ വീട്ടിലേക്ക് വിളിച്ചെടുത്തുന്നു. സോ ഇന്ന് മുതൽ ഇവരുടെ ട്രെയിനിങ് വീണ്ടും തുടർന്നിരിക്കുന്നു. ശേഷം ഗോണിനോട് നീ നെൻ പ്രാക്ടീസ് ചെയ്യില്ല എന്ന് എനിക്ക് തന്ന പ്രോമിസ് നീ കീപ്പ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് വിങ് മാസ്റ്റർ എന്റെ കൈമ കെട്ടി തന്ന ഈ ഒരു ത്രെഡ് കാരണമാണ് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചത് എന്ന് നമ്മളെ ഗോൺ അതിന് മറുപടി നൽകാണ്. അപ്പൊ കിലുവ വിങ് മാസ്റ്റർ എങ്ങനെയാണ് മനസ്സിലായത് ഇവൻ തീരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല? ഇവൻ ചിലപ്പോ സീക്രട്ട് ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാണെങ്കിലോ? അതിനുത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് ഗോൺ, നീ നിനക്ക് 10 എന്ന ടെക്നിക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് നമ്മളെ വിങ് മാസ്റ്റർ ഗോൺ അടുത്ത് പറയാണ്. അപ്പൊ ഗോൺ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവന്റെ 10 എന്ന ടെക്നിക് അവിടെ അവൻ യൂസ് ചെയ്യാണ്. അപ്പോ അവനത് നിഷ്പ്രയാസം പണ്ടത്തേക്കാൾ ഈസി ആയിട്ട് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് വിങ് മാസ്റ്റർ കൊടുത്ത ആ ഒരു ത്രെഡിന്റെ മേലേക്ക് നോക്കിയപ്പോൾ അതിന് കെട്ടാണെങ്കിൽ അഴിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. സോ ശരിക്കും അത് വിങ് മാസ്റ്ററിന്റെ ഒരു പണിയായിരുന്നു. ഗോൺ സീക്രട്ട് ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. ശേഷം ഇവർ ഹിസോക്കയും കാസ്ട്രോയും തമ്മിലുള്ള ഫൈറ്റിന്റെ റെക്കോർഡ് ടിവിയിൽ കാണാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടക്ക് വിങ് മാസ്റ്റർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹിസോക്ക യൂസ് ചെയ്യുന്ന ഓറ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു നൂല് പോലത്തെ എന്തെങ്കിലും സാധനം കാണാൻ സാധിക്കണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ നമ്മളെ 3 പേർക്കും അത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ വിങ് മാസ്റ്റർ അതിന് കാരണമായി പറയുന്നത് അത് ഹിസോക്ക ഇൻ എന്ന ടെക്നിക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് സെറ്റ്സു എന്ന ടെക്നിക് മാസ്റ്റർ ചെയ്താൽ മാത്രമേ ഇൻ എന്ന ടെക്നിക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ സെറ്റ്സു എന്ന ടെക്നിക് മാസ്റ്റർ ചെയ്യാത്ത കാരണമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുമ്പോൾ അതിനെ ഗ്യോ എന്നൊരു പേരിലാണ് വിശേഷിപ്പിക്കുക. സോ നിങ്ങളുടെ അടുത്ത ടാസ്കും ഇത് തന്നെയാണ്. ഹിസോക്കയുടെ റണ്ണിന്റെ ഉള്ളിലൂടെ ഓറ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഈ നൂല് പോലത്തെ സാധനങ്ങൾ എപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നോ അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം വിങ് മാസ്റ്റർ സുഷിയോട്, നീ ഓൾറെഡി റൺ എന്ന ടെക്നിക് മാസ്റ്റർ ചെയ്തതാണ്, അത് കാരണം നീ പ്രാക്ടീസ് ചെയ്യണം എന്നില്ല. എന്നിട്ട് സുഷിയോട് തന്റെ റൺ ഗോണും കിലുവക്കുമായി കാണിച്ചു കൊടുക്കാൻ പറയുന്നു. അപ്പോ വിങ് മാസ്റ്റർ പറഞ്ഞ പ്രകാരം തന്നെ സുഷി തന്റെ റൺ എന്ന ടെക്നിക് അവിടെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് വിങ് മാസ്റ്റർ അവനോട് നീ യൂസ് ചെയ്യുന്ന റണ്ണിന്റെ ഓറയുടെ ഫുൾ ഫോക്കസ് അവന്റെ കണ്ണിലോട്ട് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ സുഷി ഫുൾ ഫോക്കസ് കണ്ണിലോട്ട് കൊടുത്തപ്പോൾ അവന്റെ ഗ്യോ എന്ന ടെക്നിക് അവിടെ ആക്ടിവേറ്റ് ആവുകയും അവന് ഹിസോക്കയുടെ ആ ഒരു ഇൻ എന്ന ടെക്നിക്കിന്റെ ഉള്ളിലൂടെ കാണാൻ സാധിക്കുന്നു. സോ സുഷി ഇവിടെ സെറ്റ്സു മാസ്റ്റർ ചെയ്യാനും പഠിച്ചു, ഗ്യോ യൂസ് ചെയ്ത് ഇൻ എന്ന ടെക്നിക്കിലൂടെ കാണാൻ പഠിച്ചു. പക്ഷെ അവന്റെ ഫസ്റ്റ് ടൈം ആയ കാരണം തന്നെ അവന് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അവന് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിങ് മാസ്റ്റർ അവനോട് നീ എത്ര നൂലുകൾ കാണുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവൻ ഒന്ന് ആലോചിച്ചിട്ട് 13 ആണെന്ന് തോന്നുന്നു എന്ന് പറയാണ്. കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് അല്ല, പക്ഷെ നീ അടുത്തെത്തി എന്ന് നമ്മളെ വിങ് മാസ്റ്റർ അതിന് മറുപടി പറയാണ്. അതിനുശേഷം ഗോണോടും കിലുവയോടും ആയിട്ട് നിങ്ങളിനി റൺ ആൻഡ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യണം, അതിനോടൊപ്പം ഈ റണ്ണിന്റെ ഫുൾ ഫോക്കസ് കണ്ണിലോട്ട് കൊടുത്തും പ്രാക്ടീസ് ചെയ്യണം എന്നും കൂടി പറയാണ്. സോ വിങ് മാസ്റ്റർ പറഞ്ഞ പോലെ റൺ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ഗോണിന്റെ റൂമിലോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ റൂമിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്തുണ്ടാ കുറച്ചു മുന്നേ ഗോണിന്റെ കൈയൊടിച്ച ഗോണിന്റെ ഒപ്പോണന്റ് ആയ ഗിഡോയും അവന്റെ 2 കൂട്ടുകാരും വരുന്നത്. എന്നിട്ട് അവന്റെ ഒപ്പം നിൽക്കുന്ന സദാസോ എന്ന് പറഞ്ഞൊരുത്തൻ, നിങ്ങൾ രണ്ടുപേരും ഇനി എന്നാണ് അടുത്തതായി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ഒപ്പോണന്റായ കൊള്ളാന്നുണ്ട്, കാരണം നിങ്ങളെ തോൽപ്പിക്കാൻ വളരെയധികം ഈസി ആയിരിക്കുമല്ലോ എന്നും പറഞ്ഞ് പുച്ഛിക്കുകയാണ്. അപ്പൊ ഗോൺ സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ജൂൺ 10-ാം തീയതിയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പൊ ആ സദാസോ എന്ന് പറഞ്ഞൊരുത്തനാണെങ്കിൽ എനിക്ക് അവസാനമായി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത് മെയ് 29-ാം തീയതിയാണ്, നിങ്ങൾ 6 ദിവസം രജിസ്റ്റർ ചെയ്യ് എന്ന് സദാസോ ഗോണെടുത്തും കിലുവയെടുത്തും പറയാണ്. അതിന് നിനക്കെന്ന് അവസാനമായി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ചോദിച്ചാ എന്നും പറഞ്ഞ് കിലുവയും സുഷിയും ഗോണും അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് നേരെ ഗോണിന്റെ റൂമിലോട്ട് എത്തുകയും അവിടെ നിന്ന് 3 പേരും കൂടി റൺ എന്ന ടെക്നിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഷി ഇവരുടെ പ്രോഗ്രസ് ഒക്കെ കണ്ടിട്ട് ആകെ വണ്ടടിക്കുകയാണ്, കാരണം അവൻ പഠിച്ചത് കുറെ സമയം എടുത്തിട്ടായിരുന്നല്ലോ. അങ്ങനെ ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇരുവരും അവരവരുടെ റൂമിലോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ പോകുന്ന വഴിയിൽ കിലുവ സുഷിയുടെ മേലെ ഒരു കണ്ണ് വെക്കുന്നു. ശേഷം സുഷി തന്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സദാസോ എന്ന് പറഞ്ഞൊരുത്തൻ അവനെ ഫോളോ ചെയ്തു പോവുകയും അവനെ തന്റെ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സോ സുഷിയെ യൂസ് ചെയ്തിട്ട് കിലുവയും ഗോണിനെയും താൻ ആഗ്രഹിക്കുന്ന ദിവസം മാച്ചിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുഷിയെ യൂസ് ചെയ്തിട്ട് ഗോണിനെയും കിലുവയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
അങ്ങനെ ഇവർ ഒക്കെ സെറ്റായി നിൽക്കുന്ന സമയത്താണല്ലോ അങ്ങോട്ട് നമ്മളെ കിലുവ വരുന്നത്. എന്നെ നിങ്ങളുമായി ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ഇങ്ങനത്തെ ചീപ്പ് ട്രിക്ക് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ആ സദാസ് എന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ വീണ്ടും പറയാണ് എനിക്ക് നിന്നേറ്റ് മാത്രം ഫൈറ്റ് ചെയ്താൽ പോരാ, ഗോണായിട്ടും ഫൈറ്റ് ചെയ്യണമെന്ന്. അപ്പൊ കിലുവ പറയാണ് അവൻ ഇതൊക്കെ അറിയാണെങ്കിൽ അവൻ നിന്നിട്ട് ഫൈറ്റ് ചെയ്യില്ല, നിങ്ങളൊക്കെ കൊന്നിട്ട് അവൻ പോകത്തുള്ളൂ. അങ്ങനെ സുഷിക്ക് വേണ്ടി കിലുവ തന്റെ ഫൈറ്റിന്റെ രജിസ്റ്റർ ഡേറ്റ് സദാസോക്ക് വേണ്ട പ്രകാരം ആക്കുന്നു. പോകുന്ന വഴിയിൽ കിലുവ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഗോന്റെ അടുത്ത് ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രോമിസ് ആയിട്ട് നിങ്ങൾ കണക്കൂട്ടണം. നിങ്ങളെങ്ങാനും ആ ഒരു പ്രോമിസ് ബ്രേക്ക് ചെയ്തിട്ട് ഗോന്റെ അടുത്ത് എന്തെങ്കിലും പോയി പറഞ്ഞാൽ അതെന്തെങ്കിലും ആവട്ടെ അപ്പൊ നോക്കാം എന്നും പറഞ്ഞ് കിലുവ സുഷിയെ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഗിഡോ ഗോന്റെ റൂമിന്റെ മുന്നിൽ നിന്നിട്ട് ഗോണ് ഫോൺ വിളിച്ചിട്ട് സുഷിയുടെ ഒരു ഷൂ എടുത്തിട്ട് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ്. നീ ഞാൻ പറയുന്ന കറക്റ്റ് ഡേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സുഷിയുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമാക്കും എന്നും പറഞ്ഞ് ഗിഡോ കോൾ കട്ട് ചെയ്യുന്നു. സോ കിലുവ കീപ്പ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പ്രോമിസ് ഇവരുടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കിലുവ ഇവരെന്താ ചെയ്യാൻ നമുക്ക് പോലും അറിയത്തില്ല. അതിനുശേഷം നമ്മൾ സുഷിയെയും പുറത്ത് തൂക്കിയിട്ട് റൂമിലോട്ട് പോകുന്ന കിലുവയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അവനാണെങ്കിൽ ആരെയും കൊല്ലാണ്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്നത് വളരെയധികം കഠിനമായ കാര്യമാണെന്ന് മനസ്സിൽ ചിന്തിച്ച് അങ്ങനെ നടക്കുകയാണ്. ശേഷം പിറ്റേ ദിവസം രാവിലെ കിലുവ ടൗണിലൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഗോണും സദാസവും തമ്മിലുള്ള ഫൈറ്റിന്റെ ടിക്കറ്റ്സിന്റെ വിതരണമായിരുന്നു. സോ ഈ ഒരു ന്യൂസ് കേട്ട് നമ്മളെ കിലുവക്ക് ആകെ കലി കയറാണ്. ഗോണിനോട് സുഷിയെ കിഡ്നാപ്പ് ചെയ്ത കാര്യം പറഞ്ഞ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടെന്ന് കിലുവ ഓൾറെഡി ഇവരോട് പറഞ്ഞതാണ്. പക്ഷെ ഇവർ ആ ഒരു വാക്ക് തെറ്റിച്ചു. അങ്ങനെ അന്നേ ദിവസം അർദ്ധരാത്രിയാണ് നമ്മൾ അടുത്ത സീൻ കാണുന്നത്. അവിടെ നമ്മളെ ഗോണും കിലുവയും വിങ് മാസ്റ്ററിന്റെ വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് വിങ് മാസ്റ്ററോട് ഞാൻ ഗ്യോ എന്ന ടെക്നിക് യൂസ് ചെയ്യാൻ പഠിച്ചു എന്ന് പറയാണ്. സോ ഇത്ര പെട്ടെന്ന് പഠിച്ചു എന്ന് കേട്ട സുഷിയും വിങ് മാസ്റ്ററും ആകെ ഞെട്ടിപ്പോവാണ്. അപ്പൊ വിങ് മാസ്റ്റർ അതൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോക്കയും കാസ്ട്രോയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിന്റെ ആ ഒരു വീഡിയോ ടിവിയിൽ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കാണ്. അങ്ങനെ കിലുവ തന്റെ ഗ്യോ എന്ന ടെക്നിക് അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു റെക്കോർഡിലോട്ട് നോക്കിയപ്പോൾ ഹിസോക്ക് അവിടെ യൂസ് ചെയ്ത ഓറ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു നൂലുകള് അവനക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് കറക്റ്റ് അതിന്റെ എണ്ണം 15 കൂടാതെ അവന്റെ ഓറക്കൊരു പ്രത്യേകതയുണ്ട്. അവന്റെ ഓറ എന്ന് പറയുന്നത് എലാസ്റ്റിക് പോലെയോ റബ്ബർ പോലെയോ വലിയുന്ന എന്തെങ്കിലും സാധനമായിരിക്കണം. ഇതൊക്കെ കേട്ടുന്ന സുഷി അവിടെ ആകെ അന്തം വിട്ട് പോവുകയാണ്. അപ്പോഴാണ് നമ്മളെ വിങ് മാസ്റ്റർ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു രാത്രി കൊണ്ട് ഈ ഒരു ഗ്യോ എന്ന ടെക്നിക് പഠിച്ചെന്ന്. ഇനി നിങ്ങൾ എന്തായാലും ഈ ഒരു ടെക്നിക് ഒക്കെ പഠിച്ചതല്ലേ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ഫൈറ്റ് ചെയ്യാം എന്ന് വിങ് മാസ്റ്റർ പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തങ്ങൾ ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നു. ഒന്ന് ഓർക്കണം ഈ ഒരു 2 ഡേറ്റും സദാസ് എന്ന് പറഞ്ഞ ഒത്തനായിട്ടാണ്. എന്നിട്ട് വിങ് മാസ്റ്റർ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസും ഉറക്കവും റെസ്റ്റൊക്കെ എടുത്ത് നിങ്ങൾ മാച്ചിനായി റെഡി ആയിട്ടിരിക്കണം. അങ്ങനെ ഗോണും കിലുവയും അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഗോൺ കിലുവയുടെ അടുത്ത് ചോദിക്കുകയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സുഷി അവർ എന്തെങ്കിലും കാര്യം നമ്മളിൽ നിന്ന് നേടിയെടുക്കാനായി സുഷി എങ്ങാനും വീണ്ടും യൂസ് ചെയ്താലോ എന്നതിൽ എനിക്ക് വളരെയധികം പേടിയുണ്ട്. അപ്പൊ കിലുവ പറയാണ് അതിനെക്കുറിച്ച് നീ ഓർത്തൊന്നും പേടിക്കണ്ട, അക്കാര്യത്തിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സദാസയുടെ റൂമാണ് കാണുന്നത്. അവനാണെങ്കിൽ ഗോണയും കിലുവയും ഡിഫീറ്റ് ചെയ്തിട്ട് എനിക്ക് ഈസിയായി 2 ജയവും ഹെവൻസ് അറേനയിൽ നിന്ന് കുറെ പണവും സമ്പാദിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാര്യം കണ്ട് അവൻ ഞെട്ടുകയാണ്. അതെന്തെന്ന് വെച്ചാൽ പെട്ടെന്നൊരു കത്തി വന്ന് അവന്റെ തലയിലൂടെ കുത്തി ഇറങ്ങുന്നതായിട്ടാണ്. സോ നമ്മളെ കിലുവ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അവനാണെങ്കിൽ സദാസയുടെ തലയുടെ നേരക്ക് കത്തി നീക്കിയിട്ട് നീ ഇവിടുന്ന് അനങ്ങുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും, നീ എന്നെ യൂസ് ചെയ്താൽ ഞാൻ നിന്നെ കൊല്ലും, നീ ഒരു ശബ്ദമുണ്ടാക്കിയാൽ ഞാൻ നിന്നെ കൊല്ലും, നിനക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പതിയെ ഒന്ന് കണ്ണടക്ക്, നീ എനിക്ക് തന്ന പ്രോമിസ് ബ്രേക്ക് ചെയ്താൽ എന്താ സംഭവിക്കാൻ നിനക്കറിയില്ലേ, നിനക്ക് മനസ്സിലായാൽ പതിയെ കണ്ണു തുറന്ന് ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്ക്, നിന്റെ ഈ വൃത്തികെട്ട മുഖവുമായി ഞങ്ങളുടെ മുന്നിൽ നീ ഒരിക്കലും വന്നു പോകരുത്, ഇതും നമ്മൾ തമ്മിലുള്ള ഒരു പ്രോമിസ് ആണ് എന്നും പറഞ്ഞ് അവിടെ സീൻ കട്ടാവാണ്. ശേഷം നമ്മൾ കാണുന്നത് മെയ് 29 കിലുവയും സദാസോയും തമ്മിലുള്ള ഫൈറ്റിന്റെ സമയം കഴിഞ്ഞ് സദാസോ ഇതുവരെ എത്താത്ത കാരണം തന്നെ കിലുവ ആ ഒരു ഫൈറ്റ് ജയിക്കുന്നതായിട്ടാണ്. അവൻ കിലുവയെ പേടിച്ച് നാട് വിട്ടെന്ന് തോന്നുന്നു. ഇനി നാളെ മെയ് 30 ഗോണും സദാസോയുമായുള്ള ഫൈറ്റിൽ സദാസോ പങ്കെടുക്കാനാവാം എന്നും കാണിച്ചിട്ടാണ് 33ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ ഗായ്സ് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്? നമ്മുടെ അസാസിൻ കിലുവയെ ഒന്നുകൂടി നമുക്ക് കാണാൻ പറ്റി. അതുപോലെ ഈ ഒരു എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്തേക്കാം. സോ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 150 ലൈക്കെങ്കിലും ആക്കാൻ നോക്കുക. So, bye.